ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്. നിങ്ങളുമായിട്ട് സെപ്പറേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം റെസനേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Chariot, the Empress, Seven of Wands, Strength, the Magician, Eight of Swords, the World Energy, King of Pentacles, Six of Cups, Ten of Wands, King of Swords, the Sun, Ace of Pentacles, Temperance, the Lovers, Ace of Wands, Five of Swords, Two of Wands. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് വോൺസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇവര് മാനസികപരമായിട്ട് ഒരുപാട് ദുഃഖഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയിലാണ് നടക്കുന്നത്. അവര് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ലവേഴ്സ് എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ നൊസ്റ്റാൾജി എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തികള്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സുകൊണ്ട് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ലോക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം ഇവരുടെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇവർക്ക് തന്നെ ഒരു മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പോലും ഒരു ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയോ ഒരു കൺട്രോളിലാണ് ഇവർ പൂർണ്ണമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഇവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഇവരുടെ ഓർമ്മകളെ നിങ്ങളിൽ നിന്നും വിട്ടുപോകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് ഇവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു സമയത്ത് നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തികൾ തന്നെയായിരിക്കാം ഇവര്. പക്ഷെ എത്രത്തോളം വേദനിപ്പിച്ചു പോയവരാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം ഇവർക്ക് ഭയങ്കരമായ ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. എടുത്തിരുന്ന തീരുമാനം തെറ്റായി പോയി അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തകൾ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ ഇവരെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വന്തം ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇവര് തിരഞ്ഞെടുത്ത് പോയിരിക്കുന്ന സ്ഥലത്ത് ഇവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്തായാലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ എങ്കിൽ പോലും മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികൾ തന്നെ ആവണമെന്നില്ല. ഇവര് പല സിറ്റുവേഷൻസ്
ഇപ്പൊ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളിലേക്ക് അഡിക്റ്റ് ആയി പോയവരുണ്ടായിരിക്കാം. ചിലവരുടെ കാര്യത്തിൽ ഫാമിലി ഒക്കെ ആയിരിക്കാം സിറ്റുവേഷൻ ബേസ് ചെയ്ത് തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ മാറിപ്പോയവരാണ് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരെന്തായാലും എന്തൊക്കെയോ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ്. ഇവർക്ക് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടൊന്നും അനങ്ങാൻ പറ്റുന്നില്ല. മറ്റാരുടെയോ ഒരു കൺട്രോളിലാണ്. എങ്കിലും അവിടെ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരില്. എസ്കേപ്പ് ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ ബുദ്ധി പ്രയോഗിച്ച് അവിടെ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുപോകാനുള്ള ഒരു മനസ്സ്. നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും നിങ്ങൾക്കൊരു പ്രകാശമായിട്ട് മാറാനും ഒക്കെ ആഗ്രഹമുണ്ട്. ഒരു സക്സസ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഒരു ബാലൻസിങ്ങിലൂടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് എത്തിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ഓവർ തിങ്കേഴ്സ് ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അനാവശ്യമായിട്ടാണെങ്കിലും ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുക. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ഓവർ തിങ്ക് കാര്യങ്ങളെ കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ടുണ്ടാവാൻ സാധ്യതകളുണ്ട്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മെയിൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇവര് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകവേ പുറത്തു നിന്നുള്ള വ്യക്തികൾ, ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് തന്നെ അല്ല, ഫാമിലി ആവണമെന്നില്ല, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആവണമെന്നില്ല, ഫ്രണ്ട്സ് കാര്യങ്ങളും പോലും ആകാം. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് അതുകൊണ്ട് ചിന്തിച്ചു കൂട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നത് കേൾക്കാനോ നിങ്ങളുടെ വാക്കിനൊരു വാല്യൂ നൽകാനോ പോലും യാതൊരുവിധ താല്പര്യവും കാണിക്കാതെ അവർ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയവരാണ്. പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്ക പോലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഇവരൊന്നും മനസ്സ് കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോ ഇതെല്ലാം അവർക്ക് വളരെയധികം ക്ലാരിറ്റിയോട് കൂടി അവരുടെ മുന്നിലേക്ക് സത്യങ്ങളായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കി സ്വയം വേദനിച്ച് തെറ്റുകൾ തിരുത്തുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിലൂടെ മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യമാണെങ്കിലും വെറുപ്പാണെന്നുണ്ടെങ്കിലും ആ ഒരു എടുത്തുചാട്ടമൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവരെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും ഇവർ മാറ്റി നിർത്തിയിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ടവർ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇവരുടെ ഉറക്കം ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. രാത്രിയിലാണെങ്കിൽ പോലും ഇവർക്ക് ഭയങ്കരമായ പെയിൻ വന്നിട്ട്, പെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ ഈ ഒരു വേദന എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഈ ഒരു ദുഃഖഭാരം മുഴുവൻ പൂർണ്ണമായിട്ടും എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ട് ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ ആഴത്തിൽ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം, നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം, എല്ലാ രീതിക്കും അർഹമായ സ്നേഹം നൽകി നിങ്ങളുടെ ബന്ധത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിനേക്കാൾ ഉപരി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം. നിങ്ങൾ ചിലപ്പോൾ പരസ്പരം സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് നാളുകളായിട്ടുണ്ടായിരിക്കാം. ഇവർ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു മനസ്സ് ഇവർക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടായിരിക്കാം. മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ ഈ ഒരു ഇതിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതൊരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എനർജിയാണ്. ഇവരിപ്പോൾ ഏറ്റവും ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരുടെ ചുറ്റിനും ആരൊക്കെ ഉണ്ടെങ്കിലും ഇവർ അതൊന്നും കാണുന്നില്ല. അവർക്ക് അതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് മുഴുവനും നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ചുറ്റിനും നടക്കുന്ന സന്തോഷകരമായ പല കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്യാനോ അത് ആസ്വദിക്കാനോ ഒന്നും തന്നെ സാധിക്കാതെ ഒരു ഡിപ്രഷൻ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് നിറയെ ഒരു വേദനയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു വെളിച്ചം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചം നിങ്ങളാണ് എന്നുള്ളത് അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഈ ഒരു തടസ്സങ്ങളാണ്. അവരുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ ഒരു അഹങ്കാരത്തിന്റെ ആ ഒരു ശിഖരങ്ങളൊക്കെ ഇപ്പോൾ അടർന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇവർ ലോക്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. പക്ഷെ ആ ഒരു ലോക്ക് എല്ലാം എത്രയും വേഗം പൊട്ടിക്കാനുള്ളൊരു ചിന്തകള് മനസ്സിൽ ബുദ്ധിയായിട്ട് ഉദിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഭയങ്കരമായി ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ഇവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് പറയാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ചാരിയറ്റ് എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി
അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് രാത്രിയിലാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ട് ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു person ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കരിയറിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നില്ല. മനസ്സിങ്ങനെ കൈവിട്ട് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ചരട് പൊട്ടിയ പട്ടം കണക്കെ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു മെയിൻ എനർജി എന്ന് പറയുന്നത് കുറ്റബോധമാണ്, അല്ലെങ്കിൽ റിഗ്രറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവരിപ്പോ ഏറ്റവും കൂടുതൽ നിങ്ങളെ കുറിച്ച് ഓർത്ത് തന്നെയാണ് വേദനിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറായില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ മനസ്സനുസരിച്ചല്ലല്ലോ അവർ പൂർണ്ണമായിട്ടും പ്രവർത്തിച്ചത്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യേണ്ടി വന്നത്? ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുവിധ ആക്ഷൻസോ കാര്യങ്ങളോ പോലും എടുക്കാനുള്ള മനസ്സ് പോലും അവർ കാണിച്ചില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലേക്ക് അഡിക്ഷൻസ് വന്നിട്ടാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടുനിന്നു. ഫോണിലാണെങ്കിലും ബ്ലോക്ക് ചെയ്തു. നിങ്ങളാണെങ്കിലും സംസാരിക്കാൻ ചെന്ന സമയത്ത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല. അവർ സ്വന്തമായിട്ട് തന്നെ അവരുടെ എല്ലാവിധ ഇമോഷൻസിനെയും കെട്ടിവെച്ച് നിങ്ങളിൽ നിന്ന് അകൽച്ച പാലിച്ചാണ് ഇതുവരെ മുന്നോട്ടേക്ക് പോയത്. എന്നാൽ ഈ ഒരു സമയം എല്ലാവിധ സത്യങ്ങളും അവരുടെ മുന്നിലേക്ക് വെളിപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു വേദന, അല്ലെങ്കിൽ അവർക്ക് വരുന്ന ആ ഒരു കുറ്റബോധത്തിനെ കൺട്രോൾ ചെയ്യാൻ സ്വയം പറ്റാതെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവര്. ഒരു ഭ്രാന്തമായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് പോലും കൈവിട്ട് പോകുന്നുണ്ട് പലപ്പോഴും. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകള്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത യാത്രകള്, ഇരുന്ന സ്ഥലങ്ങള്, ഓരോരോ നിമിഷങ്ങളും ഓർത്തെടുത്ത് അതിലൊരു ആനന്ദം അല്ലെങ്കിൽ അതിലൊരു സന്തോഷം കണ്ടെത്തുകയാണ്. അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അവര് പോലും അറിയാതെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ ഒരു പുഞ്ചിരി വരുന്നുണ്ട്. ആ ഒരു പുഞ്ചിരി തന്നെയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത്രയും നാളും ഈ ഒരു ബന്ധത്തിന് വേണ്ടി കാത്തിരുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം അവർക്കുണ്ടാകും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു person നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, സമൃദ്ധി, ആ ഒരു വിശ്വാസം ഇതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു മനസ്സിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഒരു സമയത്ത് അവർക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലവർ ചിലപ്പോൾ മൂവ് ഓൺ ആയിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിന്ന്. കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കില്ല ഇതിലേക്ക്. വരുമ്പോൾ വരട്ടെ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. മറ്റു ചിലവർ ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ അത്രയും നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് ഫലിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു സ്ഥലത്ത് നിങ്ങൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മറു സ്ഥലത്ത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് വിട്ടു പോകരുത് എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു person ഇപ്പൊ ഉള്ളത്. ഇവരുടെ ഹേർട്ട് ചക്ര, അതുപോലെ ത്രോട്ട് ചക്ര, സേക്രൽ ചക്ര, എല്ലാ ചക്രാസ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആവുന്നുണ്ട്. ചക്രാസ് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കുള്ളിലേക്ക് ഒരു ഓറ ക്രിയേറ്റ് ആവുകയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഓറ എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വ്യക്തികളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തട്ടിക്കേറാത്ത രീതിയിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിട്ട് ഇവർ സ്വയം ഇവരെ ഹീൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അർഹമായ സ്നേഹം നൽകാനും നിങ്ങളെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് തരാനും ഇവരായിട്ട് തന്നെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി ചെന്നപ്പോൾ പുറകെ നടന്നിട്ട് നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും ഇവർക്ക് തന്നെ ഇപ്പൊ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വരുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത്, വിശ്വാസം, ട്രസ്റ്റ് എല്ലാം വീണ്ടെടുക്കണം. അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് റിലേഷൻഷിപ്പ് മാറ്റണം. ഇവരുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമല്ല, നിങ്ങളും കൂടി ആഗ്രഹിക്കുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇതിനൊരു വിജയം വേണം. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ദുഃഖകരമായ അവസ്ഥ ഇത് ഇനിയും താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കുറ്റബോധമേറി മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു ഭാരം ഇനിയും താങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇവർക്ക് തന്നെ ഇവരെ നഷ്ടപ്പെട്ടു പോകും. അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനും നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആയിട്ട് ഇവരുടെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും നിങ്ങളോട് ഇറക്കി വെക്കുക. എന്ന് വെച്ചാൽ forgiveness ആണ്, ഏറ്റുപറയുക. ആ ഒരു ഏറ്റുപറച്ചിലൂടെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിച്ചിട്ട് എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വൈകാരികപരമായിട്ട് ഒരു പുതിയ തുടക്കവുമായിട്ട് ഈ ഒരു ബന്ധത്തിനെ ഒരു ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം.
ചിലപ്പോൾ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാനിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ ബന്ധം ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയത്. ചിലവരാണെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോവാതെ ഇതിനെ ഒന്ന് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇവരുടെ മനസ്സാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് വളരെയധികം ഒരു മ്യൂച്വൽ ഫീലിങ്സ് തോന്നുന്നുണ്ട്. മ്യൂച്വൽ ഫീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവരോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഫീലിങ്സ് എന്താണോ അതിനേക്കാൾ 1000 ഇരട്ടി അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, അവരുടെ ഹൃദയം വിങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആദ്യ സമയങ്ങളിൽ യാതൊരുവിധ ആക്ഷനും എടുത്തില്ല. പിന്നീട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അവർ അവരുടെ ഒരു കംഫർട്ട് സോണിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങി. എന്നാൽ ഇപ്പോ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയും വേണം. അതിന് എന്താണ് ഒരു സോഴ്സ് ഉള്ളത്? കാരണം ഇവർ എല്ലാ രീതിക്കും ഇപ്പൊ ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും ബുദ്ധിപൂർവ്വം അതെല്ലാം പൊട്ടിച്ചെറിയുക. പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു കോൺവെർസേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണം. കാരണം ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇവർക്കാണെങ്കിലും എല്ലാ സത്യങ്ങളും ബോധ്യപ്പെട്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിച്ച് ക്ലാരിറ്റി വരുത്തണം. ആ ഒരു ക്ലാരിറ്റിയിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഇവരുടെ തിങ്കിങ് ആണിത്. രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും തിങ്ക് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ഇവിടെ ഇവർ ചിന്തിക്കുന്നത് രാത്രിയിലും പകലും ഒരുമിച്ച് നിങ്ങൾ ഇവരുടെ കൂടെ വേണം. എന്ന് വെച്ചാൽ ലോങ് ടേം ആയിട്ട്, ചെറിയൊരു ടൈം ഓഫ് പീരീഡ് അല്ല, ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഇവർക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ബന്ധത്തിന് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നഷ്ടപ്പെട്ടു പോകാതെ ബാലൻസ് ചെയ്ത് പിടിക്കണം എന്നും ആഗ്രഹമുണ്ട്. എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് സംസാരിക്കുക എന്നോ ഒരു ക്ഷമാപണം നടത്തുക എന്നുള്ളതോ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി ഇവർ കുറച്ചൊരു ഓവർ തിങ്കിങ് പേഴ്സൺ ആണ്. അപ്പൊ ഇവരുടെ രീതിക്ക് ഇവർ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജനറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറികടക്കാൻ സാധിക്കില്ല. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അതെല്ലാം ഇവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷെ ഇവർ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവർ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കരിയറിലേക്കൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവർ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ ഭയങ്കരമായിട്ട് കരിയറിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് ഇവരുടെ ജോലി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരാണ്. എന്നാൽ ഇപ്പൊ ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആണ് മൈൻഡ് ഒക്കെ. ഇവർക്ക് ഒന്നിലേക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവരുടെ അവസ്ഥ കുറച്ചൊരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. കാരണം ക്ലിയർ ആയിട്ട് ഒരു ക്ലാരിറ്റി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങള് അവർ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങള് അത് സത്യമാണെന്ന് കരുതി അവർ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഭയങ്കരമായ ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ച് മുന്നോട്ടേക്ക് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ഒരു രീതികൾക്ക് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ചെയ്യുന്നുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് എങ്ങനെയാണ് പറ്റിയത് എന്നുള്ളതാണ് ഇവരിപ്പോ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കുക, വെറുതെ ഒരു സംസാരം അല്ലാതെ ഒന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ ഇവർ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഴത്തിൽ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വിജയം വേണം. ഇത് കിങ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു രാജാവാണ്, അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. നെഗറ്റിവിറ്റി കാര്യങ്ങൾ റിമൂവ് ചെയ്യുക, അതുപോലെ തടസ്സങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് എല്ലാത്തിലും ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക. ആരും കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ന് വെച്ചാൽ അത്രയും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇവരുടെ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴേക്കും ഇവർ ഭയങ്കരമായിട്ട് ഒരു ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിപൂർവ്വം എല്ലാ കാര്യങ്ങളെയും ആഴത്തിൽ പഠിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ ഇവിടെ പറ്റിയിരിക്കുന്ന തെറ്റ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ ഒരു യൂണിവേഴ്സൽ മദർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത്. ഇവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമല്ല ഇത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകിടം മറിഞ്ഞു പോയിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറച്ച് കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ കാഴ്ചപ്പാടുകള്, കാര്യങ്ങള് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് അവരിപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. വളരെ ആഴത്തിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കോൺവെർസേഷൻ നടത്തി അതിനകത്തൊരു വിജയം കൊണ്ടുവരണം. പരസ്പരം ആ ഒരു സ്നേഹം കൈമാറി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ എത്തിക്കുക. ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ കുറച്ച് മോശമാണെങ്കിൽ പോലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും, ആ ഒരു സ്റ്റക്ക് ആയി നിൽക്കുന്ന സിറ്റുവേഷനിലും ഇവർ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വേൾഡ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ച് നിർത്തുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ രീതിക്കും എന്നേക്കുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധി അവിടെ പ്രയോഗിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് തോട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രീതിയിലാണ്, അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യും. അപ്പൊ റെസനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാം. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ടും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഡി എന്നൊരു ലെറ്റർ, കെ, പൂരം, എം അഗെയിൻ വന്നിട്ടുണ്ട്, വയനാട്, എസ്, ബി എന്നൊരു ലെറ്റർ, വിത്തിൻ 3 months, 1982, ആർ എന്നൊരു ലെറ്റർ, ഒക്ടോബർ മന്ത്, 38, ഓഗസ്റ്റ്, എറണാകുളം ഡിസ്ട്രിക്റ്റ്, 44, പി എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, ഏപ്രിൽ മന്ത്, 38, 31, മൂലം, 30, 1986, നവംബർ, 34, കാലിക്കറ്റ്, 1990, എച്ച് എന്നൊരു ലെറ്റർ, 1988, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, ജൂലൈ മന്ത്, എം എന്നൊരു ലെറ്റർ, 1968. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.